ഞങ്ങളെ തന്നെ രാജ്യസ്നേഹികൾ എന്നാണ് അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും പാലക്കാട് ദേശസ്നേഹികൾ ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു. നല്ല കാര്യം തന്നെ, രാജ്യത്തോട് സ്നേഹമൊക്കെ തന്നെ വേണം. പക്ഷെ ഇങ്ങനെ ചെയ്താലേ രാജ്യസ്നേഹം ഉണ്ടാവൂ, ഇങ്ങനെ പറഞ്ഞാലേ രാജ്യസ്നേഹി ആവൂ, ഇല്ല പേര് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവൻ രാജ്യസ്നേഹിയാണോ രാജ്യദ്രോഹിയാണോ എന്നൊക്കെ കാണുന്ന സംഘികളെ ഞാൻ ചാണകം തിന്നുന്ന ബുദ്ധിയില്ലാത്ത വർഗങ്ങൾ എന്ന് വിളിക്കുന്നതിനുള്ള ഉദാഹരണം ഇത് തന്നെയാണ്. നിങ്ങൾ മാത്രമാണ് രാജ്യസ്നേഹികൾ എന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടി ഈ കാണിക്കുന്ന കോപ്രായങ്ങളില് ഈ പറയുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണില് ശാഖ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. ഇടയ്ക്ക് ആ ഗൂഗിളിൽ കയറിയിട്ട് ഈ പാകിസ്ഥാന്റെ ഫ്ലാഗ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണ്ട ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാനായിട്ട്. നിങ്ങൾ ഈ പാകിസ്ഥാൻ ഫുള്ളായിട്ട് നമ്മൾ കത്തിക്കും, അത് വേറെ കേസ്, അതൊക്കെ അവിടെ. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എന്നെ പിടിച്ച് രാജ്യദ്രോഹിയാകും. ഏതായാലും പാകിസ്ഥാൻ കത്തട്ടെ, നന്നായിട്ട് കത്തട്ടെ. പക്ഷേ എന്തിനാ ഈ പാവം പിടിച്ച മുസ്ലിം ലീഗിന്റെ ആ പതാക ഇട്ട് കത്തിക്കുന്ന കാണിച്ച അവിടെ? അതെനിക്ക് മനസ്സിലായില്ല. എന്തിനാ നിങ്ങൾ അത് ചെയ്തേ? പാവം പിടിച്ച മുസ്ലിം ലീഗുകാരാണോ നിങ്ങളുടെ എതിരാളികൾ? അവരാണോ നിങ്ങളുടെ കുഴപ്പം? അത് കത്തിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് രാജ്യസ്നേഹമാണ് കാണിച്ചത് എനിക്ക് മനസ്സിലായില്ല. എടി, പാകിസ്ഥാന്റെ ഫ്ലാഗ് അതല്ല. അതെങ്കിലും ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടെങ്കിലും ഈ പണിക്കൊക്കെ ഇറങ്ങിത്തിരിക്കുക. ഈ സമയത്തെങ്കിലും ഇച്ചിരി വിവരവും ബോധവും ഒക്കെ കാണിക്ക്. ബാക്കിയുള്ളവരെല്ലാരും രാജ്യദ്രോഹികൾ. ഇത് കാണിച്ചതുകൊണ്ട് ഞങ്ങൾ മാത്രം രാജ്യസ്നേഹികൾ എന്തോന്നാണോ? എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ ആകെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഈ ഫേക്ക് ഐഡി ഉണ്ടാക്കിയുള്ള കള്ളത്തരങ്ങൾ വിളമ്പാനും ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ കാണിക്കാനും വേണ്ടി മാത്രമാണ്. ഇതുകൊണ്ടൊക്കെ നല്ല നല്ല ഗുണങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ.